ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. അന്തർ സംസ്ഥാന നദീജല കരാറിന്റെ മറവിൽ കേരളത്തിലെ ജലാശയങ്ങൾ തരിശു നിലമാക്കാനുള്ള കോർപ്പറേറ്റ് താൽപര്യങ്ങൾ നിഗൂഢമായി കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് മുല്ലപ്പെരിയാർ ഏകോപന സമിതി കൺവീനറും ഹൈക്കോടതി അഭിഭാഷകനുമായ ഡോക്ടർ KS പ്രകാശ്. പറഞ്ഞു പരാതിക്കാരില്ലാത്തതുകൊണ്ട് കേസ് തരണം, അദ്ദേഹത്തിന്റെ വാദം അതാണ്. അപ്പോഴാണ് ഇവർ പറഞ്ഞത് അങ്ങനെയല്ല, ഞങ്ങൾ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ഇതിൻ്റെ വിഷയമുണ്ട്, വലിയ അഴിമതി നടന്നിട്ടുണ്ട്, ആ നാടിനെ സംബന്ധിച്ച് നാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളാകെ തകരാറാവുന്ന നിലയിലാണ് ഈ ബ്രൂവറിയുടെ വിഷയം. അതുകൊണ്ട് ഞങ്ങളെ കൂടെ കേട്ട ശേഷമേ ഈ കേസിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് എല്ലാം കുറിച്ച് വെച്ച് അദ്ദേഹം ഒരു കാര്യം ചെയ്യും, അങ്ങനെ ഒരു സ്പെഷ്യൽ ഹർജി ഫയൽ ചെയ്യണം. അങ്ങനെയാണ് ഹർജി ഫയൽ ചെയ്തതിന് 6-7 മാസക്കാലം 9 മാസത്തോളം ആ കേസിൽ ദീർഘമായ വാദം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ നിന്നും നമ്മുടെ നാടിന് അനുകൂലമായൊരു വിധിയുണ്ടായി. ഏതായാലും സർക്കാർ നൽകിയ പ്രാരംഭ അനുമതി റദ്ദാക്കിയിരിക്കുന്നു. പക്ഷേ റദ്ദാക്കലിലൂടെ ഈ വിഷയങ്ങൾ മുഴുവൻ തീരുന്നില്ല. ഇനിയും എന്ന് പറഞ്ഞ് അനുമതികൾ നേടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടങ്ങും. ജലചൂഷണത്തിന്റെ പേരിൽ കോള കമ്പനിക്ക് താഴിട്ട മന്ത്രി ജലമൂറ്റൽ കമ്പനികളുടെ വക്താവായി മാറിയെന്നും KS പ്രകാശ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.